السلام عليكم ورحمة الله وبركاته. حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن شاء الله നമുക്ക് സൂറത്തുൽ മുൽക്കിൻ്റെ 5-ാമത്തെ ആയത്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. ولقد زينا السماء الدنيا بمصابيح. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാവ് പറയുമ്പോൾ ചുണ്ടെല്ലാം റൗണ്ടാക്കി പറയുക, ലാമ് ലൈറ്റാക്കി പറയുക. ലൈറ്റ് ലെറ്ററാണ്, കോഫ് ഹെവി ലെറ്ററാണ്. അപ്പോൾ നമ്മൾ കോ ഹെവി ആക്കുക. വല കോ, ലാമിന് ശ്രദ്ധിക്കണം. കോഫ് പറയുന്ന സമയം ലാമ് വല എന്നുള്ള രീതിയിൽ ലാ അല്ലേ ല വല കോ. പിന്നെ കോഫ് പറയുമ്പോൾ നമ്മൾ ക ആ ഒരു സൗണ്ടല്ലേ, ഇനി തഫ്ഹീമും കൂടി കൊടുക്കുക. വല കോ വല കൊദ്. ദാലിന് സുക്കൂനാണ്, അപ്പം കൊലക്കല ഉണ്ട്. ഓക്കെ, കൊലക്കല ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ് എന്നുള്ള സൗണ്ടല്ല, ദ് എന്നിട്ട് ഇങ്ങനെ ഉയർത്തി പറയണ്ട. ദ് അത് താഴോട്ടേക്ക്. വല കൊദ് സയ്യന്നസ. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈസി ആയിരിക്കും. സീബ്ര എന്നെല്ലാം പറഞ്ഞു നോക്കിയാൽ ഏകദേശം അത് തന്നെയാണ് സൗണ്ട്. പിന്നെ യാൻ്റെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സയ്യ സയ്യ. ഓക്കെ, നാവിൻ്റെ മിഡിൽ പാർട്ട് തന്നെ ഉപയോഗിച്ചിട്ട് പറയണം. അല്ലാണ്ട് നാവിൻ്റെ ഒരു മലയാളത്തിലുള്ളൊരു യാ ഉണ്ട്, അതല്ല. ഇത് നാവിൻ്റെ മിഡിൽ സയ്യ യ അയ്യ. ഓക്കെ, പിന്നെ നൂനിനെ ശബ്ദമുണ്ട്, അപ്പോൾ ഹുന്ന ചെയ്യുക. സയ്യന്നസ. ഇവിടെ നമ്മൾ ഹംസത്തുൽ വസ്ലുണ്ട്, അപ്പോൾ ഈ അലിഫിനൊന്നും ഉപയോഗിക്കൂല. ഹംസത്തുൽ വസ്ല് വന്നതിന് എന്തിനാ? ഈ നൂന് നേരെ ഈ സീനിലേക്ക് കണക്ഷൻ കൊടുക്കാനാണ്. നമ്മൾ ഹംസത്തുൽ വസ്ലിൻ്റെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ അതിൻ്റെ റൂൾസ് മനസ്സിലാത്ത ആൾക്കാർ ആ ക്ലാസ് കേൾക്കുക കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്സമ, ലാമുണ്ട്. ഇവിടെ ഒരു ലാമുണ്ട്. ഈ ലാമും നമ്മൾ പറയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാമിനെ നമ്മൾ ഇവിടെ ഇദ്ഗാമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇദ്ഗാം ഷംസിയ്യ എന്നാണ് പറയുക. അതും നമ്മൾ റൂൾസ് ഇട്ടിട്ടുണ്ട്, വേണ്ടുന്ന ആൾക്കാർ ആ ക്ലാസ്സും കേൾക്കുക. പിന്നെ നമുക്കിപ്പം ലാമ് ഉച്ചരിക്കുന്ന സ്ഥലത്ത് ലാമിന് സുക്കൂനുണ്ടാവും. ഇപ്പോൾ സുമ്മർജിഇൽ ബസ്വറ, ഇൽ കണ്ട, ഇല്ലിന് ഇവിടെ ഇല്ല് ഉച്ചരിക്കാത്തതുകൊണ്ട് എന്താ പകരമുള്ളത്? സീനിന് ശബ്ദമുണ്ട്. അപ്പോൾ സുക്കൂനില്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ലാം ഉച്ചരിക്കേണ്ട ഇല്ല. ഓക്കെ, ഇതെല്ലാം നമുക്ക് ചിഹ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഖുർആനിൽ തന്നെ. അപ്പോൾ സ പറയുമ്പോൾ ലൈറ്റാക്കി പറയുക, പിന്നെ മീമും ലൈറ്റാക്കി പറയണം. അല്ലാണ്ട് സമാ അങ്ങനെയല്ല പറയുക. ഓക്കെ, മീമ് നമ്മൾ ലൈറ്റാക്കി പറയുക. പിന്നെ ഹംസയും ക്ലിയർ ആക്കണം. വോക്കൽ കോഡ് അറിയണം ശരിക്കും പറയുന്ന സമയം. അല്ലാണ്ട് സമ ചെറിയ ആൾക്കാർ ഒരു ഒഴുക്കം മട്ടി പറയും, അങ്ങനെ പറയാൻ പാടില്ല. മദ് വെച്ചാൽ എന്തിനാണെന്നറിയാം, ഈ ഹംസനെ നമ്മൾ ക്ലിയർ ആക്കി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയോ അതാ വലഖദ് സയ്യന്ന സമാഅ. കണ്ട അത് നമ്മൾ അത് ഒന്ന് എഫേർട്ട് എടുത്ത് പറയണം കേട്ടോ, ഇല്ലെങ്കിൽ ഈ ഹംസ ക്ലിയർ ആവൂല. സമാഅ അങ്ങനെ. പിന്നെ അസ്സമാഅ ദുനിയ. ഇവിടെയും ലാമിനെ നമ്മൾ പറയുന്നില്ല. നമ്മളിവിടെ കാണുന്നുണ്ട് ശബ്ദമുണ്ട്, ലാമിന് സുക്കൂനൊന്നുമില്ല. ഇത് നമ്മൾ പിന്നെ ഇദ്ഗാം ഷംസിയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാല് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ദു എന്ന് പറഞ്ഞിട്ട് ഹെവി ആയിപ്പോണ്ട. ദുന്യ ഇന്നുള്ളത് ക്ലിയറാക്കി നമ്മൾ പറയണം. ഇവിടെ നമ്മൾ ക്ലിയറാക്കിയിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ ഇന്നൊന്നും നമ്മൾ ശരിക്കും പുറത്തേക്ക് കേൾക്കൂല. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെയുള്ള ഇപ്പം നമുക്ക് ഇവിടെ യാ എന്ന് പറയുന്ന ലെറ്റർ ശരിക്കും നമുക്കറിയാം ഇദ്ഗാമിൻ്റെ യർമലൂൻ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ യർമലൂനിൽ പെട്ട അക്ഷര യ. ഇപ്പോൾ ദുന്യ അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഇദ്ഗാം എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് എക്സെപ്ഷനാണ് ഇദ്ഗാമിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇദ്ഹാറ ചെയ്യുക. കാരണം ഈ നൂനുസാക്കിനെയും യായും ഒരേ പദത്തിൽ വന്നുകൊണ്ട് നമ്മൾ ഇതിനെ ക്ലിയർ ആക്കിയിട്ട് വേണം പറയാൻ. ഓക്കെ, പിന്നെ ബിമസ്വാബീഹ. ഇവിടെ നമ്മൾ മീമിനെ ലൈറ്റാക്കി പറയുക. സ്വാദ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിനെ നല്ലോണം ഉയർത്തി പറയുക. അല്ലാണ്ട് സ എന്നുള്ള രീതിയിലല്ല പറയുക. സോ. ഓക്കെ, അതിൻ്റെ തുബാക്കെല്ലാം കൊടുക്കണം, എന്നാലേ
ആ സോ ഒരു ഒരു ആ ഒരു എന്താ പറയണ്ട ഒരു അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഞെരുങ്ങണം സൗണ്ട് ഈ തുബാക്കലം കൊടുത്തിട്ട്. ബിമസ്വാബീഹ ബി എന്നെല്ലാം പറയുമ്പോൾ പിന്നെ പ്രശ്നമില്ല, നമുക്ക് വേഗം കിട്ടും. പിന്നെ ഹ എന്ന് പറയുന്നത് അത് നല്ലോണം ക്ലിയർ ആക്കി പറയുക, കാരണം അതിൻ്റെ കാറ്റെല്ലാം ശരിക്കും പോകണം. ഹ ബിമസ്വാബീഹ. ഓക്കെ. വജഅൽനാഹ വാവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് ചൂണ്ട് റൗണ്ടാക്കി പറയണം. ഇനി ജീമിൻ്റെ ഫതഹ ശരിക്കും പറയുക. ചെറിയ ആൾ വജഅൽനാഹ ജീമിന് സുക്കൂനിൻ്റെ കൊലത്തിൽ പറയൂ, അങ്ങനെ പറയാൻ പാടില്ല. വജഅൽനാഹ ലാമെല്ലാം ക്ലിയർ ആക്കുക, ഐനിൻ്റെ ഫതഹ ശരിക്കും പറയണം. അതുപോലെ ലാമ് ക്ലിയർ ആക്കുക. വജഅൽനാഹ ഹ പറയുമ്പോൾ ശ്രദ്ധിക്കുക മഖ്റജ്, കാരണം ഇത് നമ്മൾ ഹ അധികം ഡീപ്പാക്കിയിട്ട് പറയാൻ പാടില്ല, ഒരു ആ രൂപത്തിലും അല്ല പറയേണ്ട, അതിൻ്റെ ഇടയിലുള്ളൊരു സൗണ്ട്. ഓക്കെ. പിന്നെ റുജൂമൻ റൂ എന്ന് പറയുമ്പം ദൊമ്മയായതുകൊണ്ട് നമ്മൾ റൂ എന്ന് തന്നെയാണ് പറയുക, പക്ഷെ ഹെവി ആക്കണം. റുജൂമൻ മീമല ലൈറ്റാക്കി പറയുക. ഓക്കെ. ഇവിടെ നമ്മൾ റുജൂമല്ലി എന്ന് പറയണം. തൻവീന് ശേഷം നമ്മൾ ലാമാണ് കാണുന്നത്, അപ്പം ഇദ്ഗാം ബിലാ ഉന്നയാണ് റൂള്. ഓക്കെ. റുജൂമല്ലി അത്ര മതി, അതുകൊണ്ട് മല്ലി അങ്ങനെ കുറേ സമയം കൊടുക്കണ്ട. മല്ലി ആ ടൈം. റുജൂമല്ലി ശയാത്വീൻ ഷീനിൻ്റെ ശബ്ദം ശരിക്കും പറയാം ഷ. ഓക്കെ. ഷ എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ ആ സ്പ്രേയിങ് സൗണ്ട് ഉണ്ടല്ലോ, അഷ് എന്നുള്ള അതെല്ലാം കുറച്ച് അധികം കേൾക്കണം. പിന്നെ യാ നമ്മൾക്ക് ഈസിയാണ്, പറയാൻ അത്ര ബുദ്ധിമുട്ടുള്ള ലെറ്ററല്ല, പക്ഷേ പോ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ആ തൊയ് എന്നെല്ലാം പറയുമ്പം അതിൻ്റെ തുബാക്കും അതിൻ്റെ ആ ഹെവിനെസ്സും എല്ലാം മൊത്തം ഇസ്തിഅലായും അതിൻ്റെ തഫ്ഹീമും എല്ലാം കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഈ നൂനിൽ സുക്കൂനിൽ കെസ്റിയാണ്, പക്ഷെ നമ്മളൊരു നിർത്തി, അവിടെയാണ് സുക്കൂൻ കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഷയാത്വീൻ അങ്ങനെ പറഞ്ഞിട്ട്. വഅഅതദിന ഹംസ ക്ലിയർ ആക്കി പറയാം. അല്ലാണ്ട് വഅഅതദിന അങ്ങനെ പറയാൻ പാടില്ല. ആ ഒരു സൗണ്ടിൻ്റെ ആ നമ്മളെ വോക്കൽ കൂടി ശരിക്കും അറിയണം. ഇത് പറയുമ്പം വേറിട്ടിട്ട് കേൾക്കണം ഈ സൗണ്ട്, അതുകൊണ്ട് ഹംസത്തുൽ ഖത്ത എന്ന് പേരെന്നെ വന്നേ, വേറിട്ട് കേൾക്കണം. വഅഅതദിന ത ലൈറ്റാക്കണേ, തത് എന്നല്ല തേത് ദാലിന് സുക്കൂന് കൊൽക്കല. വഅഅതദിന ലഹും നാ എന്നുള്ളത് 2 ഹർക്ക നീട്ടി, ലാമ് ലൈറ്റാണ്. ലഹും ഇവിടെ വുഹാർ ഷഫവിയാണ്, സുക്കൂനുള്ള മീമിന് ശേഷം മീമോ ബാവോ അല്ലാത്ത ബാക്കി എന്ത് വന്നാലും വുഹാർ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ, അതിൻ്റെ തവസുത്ത് ടൈം നമ്മൾ കൊടുക്കണം. തവസുത്ത് എന്ന് പറഞ്ഞാൽ എന്നുള്ള ആ ഒരു ക്ലിയർ ആക്കിയിട്ട് പറയണം. ലഹും എന്നിട്ട് ഐന് പറഞ്ഞാൽ മതി. വഅഅതദിന ലഹും അദാബ. ഓക്കെ. ദാല് ലൈറ്റാണ്, ബ ലൈറ്റാണ്. അദാബസ്സഈർ സീന് ലൈറ്റാണ്, സഈർ നിർത്തിയത് കണ്ട ഇരിലാണ്. ഓക്കെ. സുക്കൂൻ നമ്മളുടെ തൽക്കാലത്തേക്കുള്ള സുക്കൂന ഇട്ട് കൊടുക്കുന്നത് ശരിക്കും കെസ്റിയാണ് ഉള്ളത്, പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് സുക്കൂന ഇട്ട് കൊടുത്തത്, സുക്കൂൻ ഇട്ട് കൊടുത്തത് തൊട്ട് മുമ്പിൽ യാ മദ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇരി എന്നുള്ള സൗണ്ട് കൊടുക്കാനുള്ള കാരണം. ഇനി നമുക്ക് ആയത്ത് ഫുള്ളൊന്ന് ഓതി നോക്കാം. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا زَيَّنَّا السَّمَاء ഒന്നുകൂടി കേട്ടാ. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. നെക്സ്റ്റ് 6-ാമത്തെ ആയത്ത്.
വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. എനിക്ക് ശ്വാസം ഭയങ്കര കുറവാട്ടാ, അതുകൊണ്ടാണ് അങ്ങനെ നിന്നു പോകുന്നത്. വലില്ലദീന, ഇവിടെ വാവ് ചുണ്ട് റൗണ്ടാക്കി പറഞ്ഞു. പിന്നെ ലീ എന്നുള്ളതെല്ലാം ക്ലിയർ ആക്കണം, കെസ്ര ലീ. ഓക്കെ. പിന്നെ ലാമിൻ്റെ ശബ്ദ വലില്ലദീന. ഈ ദാല് പറയുമ്പം നമ്മുടെ നാവിൻ്റെ ടിപ്പ് ശരിക്കും കുറച്ച് പുറത്തായിട്ടില്ലെങ്കിൽ ദാല് പോലത്തെ സൗണ്ടാണ് വരാം. ദ ദ ദ ദ കണ്ട, രണ്ടും വ്യത്യാസമില്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. നാവിൻ്റെ ടിപ്പ് കുറച്ച് പുറത്താക്കുക. വലില്ലദീന കഫറു, കഫറു അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാലായിട്ടാണ്, ഫാലായിട്ടാണ്. കഫ റൂ, റോ ഹെവിയാണ്. ബി കെസ്ര ശരിക്കും പറയുക ബിറോ, ആ റോ ഹെവിയാക്കുക. ബിറബ്ബിഹിം, ബാൻ്റെ ശബ്ദത്തിൽ ശരിക്കും പറയുക എന്നുള്ളതിന് ഒരു ക്ലാപ്പ് ടൈം, അതായത് തവസ്സു ടൈം കൊടുക്കുക. ബിറബ്ബിഹിം അദാബു, എന്നിട്ട് അയിനിൻ്റെ ഫതഹ പറഞ്ഞാൽ മതി. പിന്നെ ദാല് 2 ഹർക്കം നീട്ടി ആ ബൂ എന്നുള്ളത് ചില ആളിത് അദാബ് ജഹന്നം ബ് എന്നുള്ള രീതിയിലാണ് പറയുക. ബൂ ചുണ്ട് നല്ലോണം കൂർപ്പിച്ചിട്ട് പറയുക. അദാബു ജഹന്നം. ജീമലായിട്ടാണ്, ജ ഹാലായിട്ടാണ്. നൂനിനെ കുഞ്ഞാ ചെയ്യണം. ജഹന്നം. ആ എന്നുള്ള സൗണ്ട് ശരിക്കും കൊടുക്കുക കേട്ടോ. വബി സെൽ മസീർ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വബി കണ്ട, ഞാൻ സൗണ്ട് കണ്ട അവിടെ ഒന്ന് കട്ടാക്കണം. വബി അല്ലാണ്ട് വബി അത് അങ്ങനെ വരണ്ടയില്ല. കാരണം നമ്മൾ വോക്കൽ കോഡ് ക്ലോസ് ആക്കി വബി. അപ്പോൾ വോക്കൽ കോഡ് ക്ലോസ് ആക്കിയാൽ തീർച്ചിട്ടില്ലേ കുറച്ച് സൗണ്ട് അതേ വരണ്ടു പുറത്ത്. വബി സെൽ, സീന് ലൈറ്റാക്കി. വബി സെൽ മസീർ, മീമ് ലൈറ്റാണ്. സ്വാദ് ഹെവി. നമ്മുടെ ഇവിടെയും ഇര് റോക്ക് റൂവ ഉള്ളത് അല്ലേ, അതൊമ്മ നമ്മൾ തൽക്കാലത്തേക്കുള്ള സുക്കൂന് കൊടുത്ത് നേരെ തൊട്ട് മുമ്പുള്ള അക്ഷരം നോക്കുക. യാ മദ്. അപ്പോൾ റാന ലൈറ്റാക്കണം. മസീർ. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅ്സൽ മസീർ. ഒന്നുകൂടി അതാ. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅ്സൽ മസീർ. അപ്പോൾ നമ്മൾ 6, 5, 6 ആയത്ത് പഠിച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.